അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനായി വന്ന നസ്രയനായ യേശുവിന്റെ സത്യ ഏകദൈവമായ യേശുവിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്തിനാണ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നത്, സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾക്കെല്ലാവർക്കും പല പല ഉത്തരങ്ങളായിരിക്കും തരാനുള്ളത്. എന്നാൽ ഈ ഒരു ഉത്തരത്തില് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് എല്ലാവർക്കും പറയാനുള്ളത് ദൈവം തന്ന അത്ഭുതങ്ങളെ അല്ലെങ്കിൽ അനുഗ്രഹങ്ങളെ അതിനു വേണ്ടി ആയിരിക്കും എന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, നമ്മളെ ഇത്രമാത്രം കരുതുന്നതിന്, നമ്മളെ ഇത്രമാത്രം പരിപാലിച്ച് നടത്തുന്നതിന് എന്നൊക്കെയായിരിക്കും. എന്നാൽ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നും എന്തിനാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്, ദൈവത്തെ സ്നേഹിക്കേണ്ടത് എന്നത് വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഊസ് ദേശത്ത് ഇയ്യോബ് എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ഇയ്യോബ് നിഷ്കളങ്കനും നേരുള്ളവനും നീതിമാനും യഹോവ ഭക്തനും ദോഷം വിട്ടകന്നവനും ആയിരുന്നു. ഒരു ദിവസം സാത്താൻ ദൈവത്തെ സന്ദർശിക്കുന്നു. ദൈവം സാത്താനോട് ചോദിക്കുന്നു, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും യഹോവ ഭക്തനും ആയ ഒരാള് ഭൂമിയിൽ എങ്ങും ഇല്ലല്ലോ എന്ന് പറയുന്നു. ഇത് കേട്ട ഉടനെ സാത്താൻ ദൈവത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നു. വെറുതെയാണോ ഇയ്യോബ് യഹോവ ഭക്തനായിട്ട് ഇരിക്കുന്നത്? ചുമ്മാതാണോ അവൻ നിന്നെ ആരാധിക്കുന്നത്? ചുമ്മാതാണോ അവന് നിന്നോട് സ്നേഹം തോന്നുന്നത്? നീ അവനും അവന്റെ വീടിനും അവനുള്ളതിനൊക്കെയും വേലി കെട്ടിയിരിക്കുന്നു. നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവന്റെ കൈകളുടെ പ്രവർത്തികളെ നീ അനുഗ്രഹിച്ചിരിക്കുന്നു. അവന് അനവധി സമ്പത്ത് കൊടുത്തിരിക്കുന്നു. വെറുതെയാണോ അവൻ നിന്നെ അന്വേഷിക്കുന്നത്? വെറുതെയാണോ അവൻ നിന്നെ സ്നേഹിക്കുന്നത്? നീ അവനെ ധാരാളമായിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. നീ നിന്റെ കൈ ഒന്ന് അയച്ചു നോക്കുക, ഈ വേലി ഒന്ന് പൊളിച്ച് കളയുക. അപ്പൊ അറിയാം അവൻ നിന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന്. അവൻ നിന്നെ തള്ളി പറയുന്നത് കാണണമെങ്കിൽ ഈ വേലിയൊക്കെ നീ പൊളിച്ച് കളയുക എന്ന് സാത്താൻ ദൈവത്തോട് പറയുകയാണ്. അപ്പോൾ മുൻപിലും പിമ്പിലും നടക്കുന്നതും നടക്കാനുള്ളതുമൊക്കെ കാണുന്നവനായ ദൈവം സാത്താനോട് പറയുകയാണ്, ആസ് യു വിഷ്, ഇയ്യോബ് അവനുള്ളതൊക്കെയും നിന്റെ കയ്യിൽ ഞാൻ തരികയാണ്, നീ പോയി നോക്കുക അവൻ എന്താണ് ചെയ്യുന്നതെന്ന്. അങ്ങനെ സാത്താന് ദൈവത്തെ വിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഒന്നൊന്നായിട്ട് ദൈവം ഇയ്യോബിന് ചുറ്റും കെട്ടിയ വേലികൾ പൊളിഞ്ഞ് പോവുകയാണ്. നമ്മൾ പിന്നീട് കാണുന്നത് ഓരോന്നോരോന്നായിട്ട് ഈ 3 കാര്യങ്ങളിൽ ആണ് സാത്താൻ എതിരായിട്ട് പറയുന്നത്. നീ അവനുള്ളതിനൊക്കെയും വേലി കെട്ടിയിരിക്കുന്നു. ആദ്യമായിട്ട് അവിടെയാണ് പോകുന്നത്. ഇയ്യോബിനുള്ള അനവധി സമ്പത്ത്, അല്ലെങ്കിൽ അവന്റെ ആടുമാടുകള്, കഴുതകള്, ഇയ്യോബിന്റെ ഒട്ടകങ്ങള്, ഇയ്യോബിന്റെ സേവകര്, ഇവരൊക്കെ പല രീതിയിൽ മരിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ അതെല്ലാം കൊള്ളയടിക്കപ്പെട്ട് പോവുകയാണ്, നഷ്ടങ്ങൾ വരികയാണ്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് ഇയ്യോബിന്റെ വീടിനെ ആക്രമിക്കുകയാണ്. ഇയ്യോബിന്റെ വീടിന് ചുറ്റും കെട്ടിയിരിക്കുന്ന വേലി പൊളിഞ്ഞു പോവുകയാണ്. ഇയ്യോബിന്റെ മക്കൾ ഒന്നടങ്കം മരണപ്പെട്ടു പോവുകയാണ്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് ഇയ്യോബിന്റെ ശരീരത്തിന് ചുറ്റും ഉണ്ടായിരുന്ന വേലി. അവസാനമായിട്ട് ഇയ്യോബിന് നഷ്ടമാകുന്ന തന്റെ ശരീരത്തിലുള്ള സൗഖ്യമാണ്. ഇയ്യോബിന് വളരെ മോശമായ രീതിയിലുള്ള, എന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടം വരുന്ന ഒരു ത്വക്ക് രോഗം പിടിപെട്ട് ഓടുകൊണ്ട് ചിരണ്ടിയിരിക്കേണ്ട, അല്ലെങ്കിൽ വളരെ മോശമായ ഒരു അനുഭവമാണ് ഇയ്യോബിന് വരുന്നത്. അങ്ങനെ ഇയ്യോബിന്റെ ചുറ്റുമുള്ള വേലികൾ ഓരോന്നായിട്ട് പൊളിഞ്ഞ് പോവുകയാണ്. ഇത്തരം അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്ന ഇയ്യോബ് തന്റെ സങ്കടത്തിന്റെ അവസ്ഥയിൽ ഇയ്യോബ് പറയുന്നുണ്ട്, എൻ്റെ പഴയ ആ ഒരു പ്രതാപമൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഞാൻ പട്ടണവാതികൾ ചെല്ലുമ്പോൾ ആൾക്കാർ എന്നെ കണ്ട്, യൗവനക്കാരായ ആൾക്കാരൊക്കെ മാറിപ്പോകുമായിരുന്നു. മുതിർന്നവർ എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അവരെൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി കൊതിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അവരെന്നെ കാണുമ്പോൾ അവരെന്നെ തുപ്പുകയും ആട്ടി ഓടിക്കുകയും അവർക്ക് വെറും എന്നെ കളിയാക്കാൻ വേണ്ടിയുള്ള ഒരു പാട്ട് പോലെയാണ് അവരെൻ്റെ ജീവിതത്തെ കാണുന്നത് എന്ന് പറഞ്ഞ് ഇയ്യോബ് തന്റെ നഷ്ടപ്പെട്ടു പോയ ആ പ്രതാപത്തെക്കുറിച്ച്, ആ നാളുകളെക്കുറിച്ച് സങ്കടപ്പെടുകയാണ്. പക്ഷെ ഈ നഷ്ടങ്ങളുടെയും സങ്കടങ്ങളുടെയും പരിഹാസത്തിന്റെയും ഒക്കെ നടുവിൽ തന്റെ വേലികളൊക്കെ പൊളിഞ്ഞു പോകുന്ന ആ ഒരു സന്ദർഭത്തിലും ഇയ്യോബ് പറയുന്നത്, നഗ്നനായി ഞാൻ വന്നു, നഗ്നനായിട്ട് തന്നെ ഞാൻ തിരിച്ചു പോകുന്നു. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബിനെ പോലെയുള്ള ഒരാളാണെങ്കിൽ അത്രമാത്രം
ദൈവത്തിന് വളരെയധികം പ്രീതിയുള്ള ഒരാളാകുമ്പോൾ നമ്മൾക്ക് സാധാരണയായിട്ട് വരുന്നതാണ് എനിക്കെല്ലാം ദൈവം തരും എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു റൈറ്റ് ആണ് ഈ ഒരു ബ്ലെസ്സിങ്സ് എന്നുള്ള ആ ഒരു മാനസിക അവസ്ഥ തോന്നേണ്ട ആ ഒരു സന്ദർഭത്തിലും ഇയ്യോബ് പറയുന്നത് യഹോവ തന്നു, യഹോവ എടുത്തു. നഗ്നനായിട്ട് ഞാൻ വന്നു, നഗ്നനായിട്ട് തന്നെ പോകുന്നു. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോ സാത്താൻ അന്ന് പറഞ്ഞ ആ ഉപയോഗിച്ച ഒരു വാക്ക് വെറുതെയാണോ നിന്നെ ഇയ്യോബ് മഹത്വപ്പെടുത്തുന്നത്? വെറുതെയാണോ യഹോവയെ ഇയ്യോബ് ഇത്രമാത്രം ഭക്തിപൂർവം കാണുന്നത് എന്നുള്ളത് പൂർണ്ണമായിട്ടും ഇയ്യോബ് അവിടെ പ്രൂവ് ചെയ്യുകയാണ്. വെറുതെയാണ് ഒരു അനുഗ്രഹങ്ങൾക്കും വേണ്ടിയല്ല ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ഒരു അനുഗ്രഹങ്ങൾക്കും വേണ്ടിയല്ല ഞാൻ ദൈവത്തെ ഇത്രമാത്രം ഭക്തിയോടുകൂടി കാണുന്നത് എന്നത്. ഓരോ അനുഗ്രഹങ്ങളും എടുത്തു മാറ്റപ്പെടുമ്പോഴും ദൈവത്തെ പൂർണ്ണമായിട്ടും അപ്പോഴും അതേ രീതിയിൽ മഹത്വപ്പെടുത്തുന്ന ഇയ്യോബിന്റെ ഈ ഒരു സ്ക്രിപ്ചർ നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും എത്രമാത്രം നമ്മൾ ദൈവത്തെ എന്നും ഓരോ നഷ്ടങ്ങളുടെ നടുവിലും ഓരോ പരാജയങ്ങളുടെയും പരിഹാസങ്ങളുടെയും ഇല്ലായ്മകളുടെയും ഒക്കെ നടുവിലും എത്രമാത്രം ഒന്നിനും അല്ലാതെ വെറുതെ മഹത്വപ്പെടുത്തേണ്ടതാണ് എന്നത് ഏറ്റവും ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ അടുക്കലേക്ക് എന്തിനാണ് പോകുന്നത്? നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുവാനാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ട അനുഗ്രഹങ്ങൾ ഇതൊക്കെ തുടർന്നുകൊണ്ട് പോകുവാനാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ അറിയാതെ നമ്മൾ ഇതിനൊക്കെ വേണ്ടിയാണ് ദൈവത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്, അവനെ മഹത്വപ്പെടുത്തുന്നത്. പക്ഷെ ഇയ്യോബിനെ പോലെ ഓരോ വേലിയും പൊളിച്ചു മാറ്റിയാൽ, ഒരു വേലി പൊളിച്ചു മാറ്റിയാൽ എത്രമാത്രം ദൈവത്തെ അവിടെ മഹത്വപ്പെടുത്താൻ നമ്മൾക്ക് കഴിയും. ഇത്ര വലിയ ടെസ്റ്റ് എന്താ പറയാ, അത് വലിയ വിജയമാക്കിയ ഒരാളാണ് ഇയ്യോബ്. ഇയ്യോബിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഇയ്യോബിന് നഷ്ടപ്പെട്ടതൊക്കെ പിന്നെയും 2 മടങ്ങ് കൂടുതൽ ദൈവം കൊടുത്തു എന്നതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ആ നഷ്ടങ്ങളുടെ നടുവിലും ഇയ്യോബ് അവിടെ തെളിയിച്ച് കാണിച്ചു സാത്താൻ തനിക്കെതിരെ നടത്തിയ ആ ഒരു കുറ്റ ആരോപണം തെറ്റാണ്. ഒന്നിനുമല്ലാതെ ഒരു അനുഗ്രഹത്തിനുമല്ലാതെ ഞാൻ ദൈവത്തെ ഏത് അവസ്ഥയിലും ഏത് നഷ്ടങ്ങളുടെ നടുവിലും അവനെ മഹത്വപ്പെടുത്തും. അവനാണ് എൻ്റെ ബലം എന്നുള്ള ഈ ഒരു വസ്തുത നമ്മളെയൊക്കെ എത്രമാത്രം മുൻപോട്ട് നടത്തേണ്ടതാണ്. ഈ ഒരു ചെറിയ ചിന്ത പങ്കിടാനാണ്. വെറുതെയാണോ ഇയ്യോബ് നിന്നെ അന്വേഷിക്കുന്നത്? വെറുതെയാണോ ഇയ്യോബ് യഹോവ ഭക്തിക്കാരനായത് എന്നുള്ള ഈ ഒരു സാത്താന്റെ ഈ ഒരു ചെറിയ ആ ഒരു വാക്യത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് വാക്യത്തെ കുറിച്ച് ഞാൻ ഈ ഒരു മെസ്സേജ് തയ്യാറാക്കിയത്. നമ്മുടെ ജീവിതത്തിലും പരാജയങ്ങളും പരിഹാസങ്ങളും ഒക്കെ നേരിടേണ്ടി വരുമായിരിക്കും. പക്ഷെ അപ്പോഴും അവിടെയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മൾക്ക് പ്രചോദനം നൽകുന്നത്, നമ്മുടെ ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോഴും അതിൻ്റെ ഒക്കെ പുറകെ മാത്രമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താതെ എല്ലാ രീതിയിലും ദൈവത്തിന് ഉചിതമായ രീതിയിൽ അവനെ മഹത്വപ്പെടുത്താൻ, അവനെ എന്താ പറയുക, എക്സോൾട്ട് ചെയ്യാൻ നമ്മൾക്ക് കഴിയട്ടെ. സോ കം fall in love with Jesus and fall in love with the word of God.